റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടറിന്. മുഖ്യ സൂത്രധാരൻ വിശ്വദീപ് ദാസ് 3 വർഷമായി സജീവ വാഹനക്കടത്തുകാരൻ. ഇന്തോ ഭൂട്ടാൻ അതിർത്തിയിലൂടെ വർക്ക്ഷോപ്പിന്റെ മറവിലാണ് വാഹനക്കടത്ത്. ഭൂട്ടാനിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി വാഹനം എത്തിക്കുമ്പോൾ ഡീൽ ഉറപ്പിക്കും. നികുതി വെട്ടിച്ച് കടത്തുന്ന വാഹനങ്ങൾ 3 ഇരട്ടി തുകയ്ക്കാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. വാഹനം വിൽക്കാൻ രാജ്യത്താകെ വിശ്വദീപ് ദാസിന് ഏജന്റുമാരുണ്ട്. ഏജന്റുമാരിലേക്കും കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ആദിൽ പാലോടുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഈ വാർത്ത ആദ്യം മുതൽ തന്നെ റിപ്പോർട്ടറിന്റെ എക്സ്ക്ലൂസീവ് വാർത്തയാണ്. ഇതിൽ പല ദൃശ്യങ്ങളും നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. വിശ്വദീപിന്റെ ദൃശ്യങ്ങളും അറസ്റ്റിലാകുന്ന കാഴ്ചയും പ്രേക്ഷകരെ അറിയിച്ചത് നമ്മളാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ളതാണ്. വിശ്വദീപ് ഒരു ചെറിയ മീനല്ല. രാജ്യത്തുടനീളം ഏജന്റുമാരും പ്രതിനിധികളുമുള്ള ഒരു വലിയ മാഫിയ സംഘത്തിലെ ഒരു മുഖ്യ സൂത്രധാരനാണ് വിശ്വദീപ് എന്നുള്ള വിവരമാണോ വരുന്നത്? എന്തായിരുന്നു അയാളുടെ ഒരു രീതി? എങ്ങനെയാണ് അയാൾ ഈ പണി നടത്തിയിരുന്നത്? അതിൽ അരുൺകുമാർ, ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങളും റിപ്പോർട്ടർ TV പുറത്തുവിടുകയാണ്. വിശ്വദീപ് ദാസ് എന്ന ഇതിലെ സൂത്രധാരൻ, ഓപ്പറേഷൻ നുംകൂർ എന്ന കൊച്ചി കസ്റ്റംസിന്റെ അന്വേഷണത്തിലെ ഒരു പൊൻതൂവൽ എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. വിശ്വദീപ് ദാസിന്റെ അറസ്റ്റും ദൃശ്യങ്ങളും നമ്മൾ ആദ്യം എത്തിച്ചു. ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെയാണ് ഇയാൾ അതിർത്തി മേഖലയിൽ താമസിച്ച് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചത്, പിന്നീട് ഇവിടെയുള്ള പ്രധാന നടന്മാർ ദുൽഖർ സൽമാൻ അടക്കമുള്ള നടന്മാരിലേക്ക് വാഹനം എത്തിച്ചത് എന്ന ചോദ്യമുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഈ അന്വേഷണത്തിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. വാഹനക്കടത്ത് നാട്ടിലെ വർക്ക്ഷോപ്പിന്റെ മറവിലാണ് എന്ന വിവരം കസ്റ്റംസ് സ്ഥിരീകരിക്കുകയാണ്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇക്കാര്യം മനസ്സിലാക്കുന്നത്. ഇൻഡോ ഭൂട്ടാൻ അതിർത്തിയിലാണ് ഈ വർക്ക്ഷോപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് അറ്റകുറ്റപ്പണിക്കായി വാഹനം എത്തിക്കുമ്പോൾ ഡീൽ ഉറപ്പിക്കുന്നതാണ് വിശ്വദീപ് ദാസിന്റെ രീതി എന്ന് കസ്റ്റംസ് ഉറപ്പിക്കുന്നു, സ്ഥിരീകരിക്കുന്നു. ഭൂട്ടാനിൽ നിന്ന് കടത്തുന്ന വാഹനമാകട്ടെ 3 ഇരട്ടി തുകയ്ക്കാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. വാഹനം വിൽക്കാൻ രാജ്യത്താകെ വിശ്വദീപ് ദാസിന് ഏജന്റുമാരുണ്ടെന്നുകൂടി കൊച്ചി കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ നുംകൂറിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏജന്റുമാരിലേക്കും കസ്റ്റംസ് കൊച്ചി യൂണിറ്റ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഘട്ടത്തിൽ പുറത്തു വരികയാണ്. നമുക്കറിയുന്നത് പോലെ 200-ലേറെ വാഹനങ്ങൾ കേരളത്തിൽ മാത്രം ഇതിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിന്ന് ഇതുപോലെ വർക്ക്ഷോപ്പ് മുഖേന ആ ചാനലിലൂടെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഇന്ത്യയിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ നൽകിയ വാർത്ത പോലെ അസമിൽ നിന്നൊരു RTO അടക്കം 4 പേരെ നേരത്തെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. സമാനമായി ഉദ്യോഗസ്ഥരുടെയൊക്കെ കൈക്കൂലിയൊക്കെ കൊടുത്ത് വ്യാജ രജിസ്ട്രേഷൻ ഉണ്ടാക്കുന്നു. പിന്നീട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആദ്യം എത്തിക്കുന്നു. പിന്നീട് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് ഇവർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. വിശ്വദീപ് ദാസിന് സ്വാഭാവികമായും രാജ്യത്തുടനീളം ചാനലുകൾ ഉണ്ടാകണം, ഏജന്റുമാരുണ്ടാകണം. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്കും കസ്റ്റംസ് പോകുന്നു എന്നുള്ളതാണ്. നുംകൂറിൽ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. വിശ്വദീപ് ദാസ് എന്ന മുഖ്യ ആസൂത്രകനെ അറസ്റ്റ് ചെയ്തു എന്ന വളരെ നിർണായകമായ വിവരം റിപ്പോർട്ടർ TV പുറത്തുവിട്ടപ്പോൾ വിശ്വദീപ് ദാസ് എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അരുൺ, ഇപ്പൊ ചുരുക്കത്തിൽ കാര്യങ്ങൾ ഇയാൾക്ക് സ്വന്തമായിട്ടൊരു മോട്ടോർ വാഹന വകുപ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർടിമാര്, ഏജന്റുമാര് അല്ലേ, സ്വന്തമായിട്ടൊരു പരിവാഹൻ വകുപ്പ് തന്നെ ഈ പറയുന്ന വിശ്വദീപ് പരിപാലിച്ചിരുന്ന മട്ടിലാണ് കാര്യങ്ങൾ വരുന്നത്. 200ഓളം വാഹനങ്ങളാണ് കേരളത്തിലധികം കൊണ്ടുവന്നത്. പിന്നെ ഇതൊക്കെ കൊണ്ടുവരുന്നത് ലാൻഡ് റോവർ ആയതുകൊണ്ടും വലിയ വലിയ ഓഡി, ബെൻസ് പോലുള്ള വാഹനങ്ങളായതുകൊണ്ടൊന്നും നമ്മളുടെ ശ്രദ്ധയൊന്നും അതിൽ പതിഞ്ഞിട്ടില്ല. വഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി നിന്നിട്ടുണ്ട്. അടുത്തായിരുന്നു പലതും, അറിഞ്ഞില്ലല്ലേ? വണ്ടി നോക്കുന്ന സമയത്തേ ചില വണ്ടികൾ, എല്ലാ വണ്ടികളും അല്ലെങ്കിൽ പോലും 200ഓളം വണ്ടി കേരളത്തിൽ തന്നെ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് ആദിൽ പാലോട് പറയുന്നത്. അതായത് ഭൂട്ടാനിൽ നിന്ന് നികുതി അടയ്ക്കാതെ ഇവിടെ കൊണ്ടുവന്നിട്ട് ആ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് ഞെളിച്ചങ്ങോട്ട് പോകുമ്പം എന്ത് സന്തോഷം കിട്ടാനാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. നികുതി വെട്ടിച്ചും പലതരത്തിലുള്ള നികുതികളുണ്ടല്ലോ. അത് വാഹന നികുതിയുടെ രജിസ്ട്രേഷൻ നികുതി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ചില ആളുകളൊക്കെ ചെയ്യുമായിരുന്നു. പോണ്ടിച്ചേരിയിലൊക്കെ കൊണ്ടുപോയി രജിസ്ട്രേഷൻ ചെയ്യുക, എന്നിട്ട് ആ ബെൻസ് കൊണ്ടുവരിക. സാറേ, ആനയെ വാങ്ങാമെങ്കിൽ ആനയുടെ ചങ്ങല വാങ്ങുന്നതിനാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? പക്ഷേ ചങ്ങല വാങ്ങത്തില്ല, പോണ്ടിച്ചേരി കൊണ്ട് രജിസ്റ്റർ ചെയ്യും. അപ്പോൾ എന്താ, ഇവിടുത്തെ കുറച്ച് നികുതിയുടെ കുറച്ച് വ്യത്യാസമൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുക. 10, 40, 60, 70 ലക്ഷം രൂപ വിലയുള്ള വണ്ടിക്ക് അതിന് കൊടുക്കേണ്ട ഒരു 10, 12 ലക്ഷം രൂപയുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി. 70 ലക്ഷം കൊടുത്ത് വണ്ടി വാങ്ങാൻ 12 ലക്ഷം രൂപ കൊടുത്ത് ടാക്സും കൊടുത്തൂടെ? എന്താണ്